ഹായ് ഡിയർ ഫ്രണ്ട്സ്, സുഖമല്ലെല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി, പിന്നെ ഞങ്ങളുടെ നോമ്പുതുറ വിശേഷങ്ങൾ, അതുപോലെ തന്നെ അത്താഴത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കിലെ ഡ്രിങ്ക് എന്ന് പറയുന്നത് ലെമൺ ജ്യൂസാണ്. ഇതിന് മുമ്പേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ റെസിപ്പി. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ലെമൺ ജ്യൂസ്, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ മാംഗോ മിൽക്ക് ഷേക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇന്ന്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാങ്ങ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്, റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ അവൈലബിൾ ആണ്. പക്ഷേ മധുരം അത്ര പെർഫെക്റ്റ് എന്ന് പറയാനില്ല, പക്ഷേ നല്ല മിൽക്ക് ഷേക്കൊക്കെ ആക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ചെറിയ പീസാക്കി ഞാനിവിടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തണുത്ത പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ പാലിൻ്റെ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പക്ഷേ ഈ കൊറോണ കാലം നമ്മൾ മാക്സിമം ഈ തണുപ്പ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ആവശ്യത്തിലുള്ള പഞ്ചസാരയും കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള കട്ട്ലറ്റാണ്, പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യം നല്ല സൂപ്പറാണ്. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. അപ്പോൾ ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു 3 ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താൽ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചാട്ട് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇത് ഓപ്ഷനിലാണ്, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. പിന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ പച്ചമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ അത്ര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് മെയിനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എടുത്ത ഉരുളക്കിഴങ്ങിന് ഇത്രയും അരിപ്പൊടി മതിയാവും. പിന്നെ നമ്മളിതൊക്കെ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പം കുറച്ചൊന്ന് ലൂസാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി കുറച്ചും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ടൈറ്റായി നമ്മൾ സാധാരണ കട്ട്ലറ്റിൻ്റെ പരുവത്തിലാവുന്നത് വരെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കളറിലും അതുപോലെ തന്നെ ഈ ഒരു കട്ടിയിലുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തിളക്കുന്ന എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം പെട്ടെന്ന്. സാധാരണ ഓൾമോസ്റ്റ് എല്ലാ കട്ട്ലറ്റും നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് ക്രംസിൽ മുക്കും, അതുപോലെ തന്നെ മുട്ടൻ്റെ വെള്ളയിൽ മുക്കും. അപ്പോൾ ഇവിടെ അതൊന്നും വേണ്ട, നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ചെയ്യുമ്പോഴുള്ള നല്ല ക്രിസ്പിനെസ് ഇതിൻ്റെ പുറത്തുണ്ടാവും, പ്രത്യേകിച്ച് നമ്മൾ അരിപ്പൊടി കൂട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. പിന്നെ നോൺ വെജ് കട്ട്ലറ്റ് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ബീഫും ചിക്കനൊക്കെ വെച്ചിട്ടും ഈ ഒരു സ്റ്റൈലിൽ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വരുന്നുണ്ട്. നല്ല ഗോൾഡൻ കളറിലാണ്, കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ നോമ്പുമുറിയും ചായകുടിയും നിസ്കാരവും ഒത്തുമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തേത് ഹോംലി ഫുഡല്ല, പുറത്തുനിന്നുള്ള ഫുഡാണ്. അപ്പോൾ ദോശ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ദോഹയിലുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഫുഡാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതൊരു മലയാളി റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഇവരൊരു ഫുഡ് ടേസ്റ്റ് എന്ന് പറയുന്നത് കോഴിക്കോടൻ സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ, നല്ല അടിപൊളി കേരള ലേഡ് പൊറോട്ടയാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ പൊറോട്ടൻ്റെ കൂടെ നല്ല കിഡിലൻ ഐറ്റമാണ് കോമ്പിനേഷൻ ആയിട്ടുള്ളത്, കോഴി മുഷ്മൻ. അപ്പോൾ ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ കോഴി മുഷ്മൻ. നമ്മൾ ഈ ഒരു ടൈപ്പിൽ കോഴി സാധാരണ കാണാറുണ്ടല്ലോ ഫുള്ളായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ തലശ്ശേരി വടകര സ്റ്റൈലിൽ ചെയ്യുന്ന ഒരു റെസിപ്പീൻ്റെ ഒരു കോമ്പിനേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ചിക്കനായത്, വലിയ ചിക്കനല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി ഗ്രേവി ഉണ്ട്. സാധാരണ ഇതുപോലെയുള്ള ചിക്കൻ്റെ കൂടെ ഉണ്ടായിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്, പക്ഷേ ഇതങ്ങനെയല്ല, നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല കണക്കായ എരിവൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല പുതിയാപ്പിള സൽക്കാരത്തിൻ്റെ ഒരു ഐറ്റം കൂടിയാണ്. ഹോം ഡെലിവറി ഫുഡിന് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ആകെയുള്ളൊരു ടെൻഷൻ അതിന് ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്.
ഖത്തറിലുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് വേണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് പുറത്തുനിന്നായതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിലധികം തന്നെ നിസ്കരിക്കാനും ഓതാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അതിൻ്റെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ചിക്കൻ തന്നെ നമുക്ക് 4 പേർക്ക് മതിയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഒരു ചിക്കനും പൊറോട്ടയും നമ്മൾ പാർസൽ ചെയ്തു. പിന്നെ ഇതാ നമ്മുടെ അത്താഴത്തിൻ്റെ ടൈമാണ്. അപ്പോൾ അത്താഴത്തിൻ്റെ ടൈമും ദോശ സ്ട്രീറ്റിൽ നിന്നുള്ള ഫുഡ് തന്നെയായിരുന്നു. ഇതൊരു ഫുൾ സെറ്റ്, ഒരു അത്താഴത്തിൻ്റെ ഒരു കിറ്റ് പോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി നാടൻ നെയ്ച്ചോറായിരുന്നു. പിന്നെ അതിൽ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. റൈത്ത ഉണ്ട്, സലാഡ് ഉണ്ട്, അതുപോലെ തന്നെ നാടൻ ചിക്കൻ കറി, നല്ല അടിപൊളി ബീഫ് റോസ്റ്റ്, അതുപോലെ ഡാൽ ഫ്രൈ, പിന്നെ പപ്പടം കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ സൈഡിൽ. എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. നമ്മുടെ മലബാർ സ്റ്റൈലിൽ നല്ല നാടൻ രുചിയിൽ തന്നെ. എന്നെ സംബന്ധിച്ച് ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് കഴിക്കുന്നതിലും കൂടുതലായിരുന്നു. കാരണം ഇത് കാണുന്നത് പോലെയല്ല, നല്ല കുറച്ച് തിക്കായിട്ട് തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.